എൻ്റെ പുറകിൽ ഈ കാണുന്ന 950 സ്ക്വയർ ഫീറ്റ് വീട് ഏത് ചെറിയ ഫാമിലിക്കും ഏത് സാധാരണക്കാരനും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ്. എല്ലാ രീതിയിലുള്ള സൗകര്യമുണ്ട്. വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. 100% ഉറപ്പ് തരാം. ഇതാണ് വീട്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്ത ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നത് വീട് കഴിഞ്ഞ് നേരെ കാണുന്ന വലത് ഭാഗത്ത് കാർ പോർച്ചാണിത്. കാർ പോർച്ചിന് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കോൺക്രീറ്റ് ഒന്നുമല്ല, സാധാരണ രീതിയിലൊരു ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലെ വശം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൃഷികളോ വാഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കൃഷികൾ നടത്താനൊരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കോർണറിൽ കോമൺ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകിലൊന്ന് കാണിക്കാം നമുക്ക്. ഇതിൻ്റെ പുറകിൽ വരുന്നത് ഇത്രേ സ്പേസ് ഉള്ളൂ. 5 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റ് വീടാട്ടോ. 5 സെൻറ്റ് സ്ഥലമേ വരുന്നുള്ളൂ. 950 സ്ക്വയർ ഫീറ്റ് വീടും. അപ്പോൾ ഈ സ്പേസ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അലക്ക് കല്ല് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് തിരുമ്പാനോ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് മക്കൾ. ഏത് കാലത്തും ഏത് വേനൽക്കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം വെള്ളം ലഭിക്കുന്ന ഗ്രില്ലിട്ടൊരു കിണറാണ് ഇതിലുള്ളത്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഇത് കൂടാതെ പൈപ്പ് ലൈൻ സൗകര്യം വേറെയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്താണ്. അകത്ത് ഒരുപാട് നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. അകത്ത് നിങ്ങൾ ഇതിൻ്റെ അകന്ന് കാണുക തന്നെ വേണം. എന്താ വെച്ചാൽ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വീട്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഉള്ളിലെ ഹാള് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ചളിയോ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ലീക്കോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നല്ല വൃത്തിക്കുള്ളൊരു വീടാണ്. ഏത് ഫാമിലിക്കും വാങ്ങിക്കാൻ പറ്റുന്നൊരു വീടാണ്. പല ആളുകളും നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ വീടുകൾ കിട്ടാനുണ്ടോയെന്ന്. അപ്പോൾ അവർക്ക് മാക്സിമം നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ഹാള് വരുന്നത്. ഇത് കഴിഞ്ഞ് നേരെ കാണുന്നതാണ് സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു കിടിലം ബെഡ്റൂം വരുന്നുണ്ട്. അത് കാണിക്കാം. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കാണിക്കും. ഇതൊക്കെ അത്രയും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡ് വർക്കായാലും മറ്റു വർക്കുകളൊക്കെ ആയാലും. അപ്പോൾ ഇതാണ് ഒരു വേറെ ബെഡ്റൂം വരുന്നത്. ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമാണിത്. അപ്പോൾ ഇതിനകത്ത് തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചുമരൊക്കെ എന്ത് വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലീക്ക് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിച്ചത്. മുകളിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ? സാധാരണ കുറച്ച് പഴക്കമുള്ള വീടുകൾക്കൊക്കെ ഈ രീതിയിലുള്ള ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡോറൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അലമാറുണ്ട്. ഈ കാണുന്നതാണ് ഫാബ്രിക്കേഷൻ കൊണ്ട് ചെയ്ത അലമാറ. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ അലമാറയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രസ്സ് വെക്കാനും മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരു ലോക്കറുള്ള ഒരു അലമാറി ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാണിക്കുന്നത് കണ്ടോ. നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കർട്ടൺ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ഇതിനകത്ത് വരിക, പാല് കാച്ചുക, വീട്ടിലേക്ക് കയറിയിരിക്കുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഫാന് മുതൽ എല്ലാ സൗകര്യങ്ങളുള്ളൊരു കിടിലം വീടാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ബെഡ്റൂമുണ്ട് കേട്ടോ. ഇത് കോമൺ ബെഡ്റൂമാണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു ബെഡ്റൂമുണ്ട്. ഇത് കാണിക്കാം. ഇതിങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതായി കാണുന്നതാണ് ഈ സ്റ്റെയർ കേസിന് തൊട്ട് ചേർന്ന് കാണുന്നതാണ് മറ്റൊരു ബെഡ്റൂം. അതിൻ്റെ മുന്നായിട്ടൊരു ബാത്റൂം വരുന്നുണ്ട്. ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷവർ, ടൈല് എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് മറ്റൊരു ബെഡ്റൂം. അപ്പോൾ നിങ്ങൾക്ക് 2 ഫാമിലിയിൽ 2 മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലം ചെറിയൊരു ബെഡ്റൂം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബെഡ്റൂം ആയാലും കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് പോവാം. മുകളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കിച്ചണൊന്ന് കണ്ടിട്ട്, ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ ഈ കാണുന്ന ബേസിന്, ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിള്, കർട്ടന് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക, ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൻ്റെ ഔട്ട് സൈഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് പാത്രം കഴുകാനും മറ്റുള്ള സൗകര്യങ്ങളും. ഇതാണ് കിണർ വരുന്നത് കേട്ടോ. ഇതാണ് കിണർ വരുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതിയുള്ളൂ. 5 സെൻറ്റിലാണ് വരുന്നത്. 5 സെൻറ്റാന്ന് വിചാരിച്ചിട്ട് സൗകര്യത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ നിങ്ങൾ അകത്തൊക്കെ കണ്ടല്ലോ, എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഈ കാണുന്ന കിണറാണ്. ഈ കിണറിന് കൊടുക്കണം നമ്മൾ 10 ലക്ഷം 20 ലക്ഷം രൂപ.
കിണറൊക്കെ കുഴിച്ചാൽ നമുക്കിത് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. ഇതിനകത്ത് ഓൾറെഡി വെള്ളമുള്ളൊരു കിണറാണ്. സ്റ്റെയർ കേസ് ആയാലും നല്ല എല്ലാ രീതിയിലുള്ള സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ചെറിയൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ്. നിങ്ങൾക്ക് സ്റ്റോറേജ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. താമസിക്കാനൊന്നും ഇതിനുള്ളിൽ പറ്റില്ല. എന്താ വെച്ചാൽ കുറച്ച് ഹൈറ്റ് കുറവാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് ഇവർ ചെയ്തിട്ടുള്ളൊരു റൂമാണ്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നത്, അതായത് സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു ചെറിയ റൂം. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനോ ഒരു ഗോഡൗണിൻ്റെ രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗകര്യം, സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ. ഇനി ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലൊന്നും നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇതിൽ ഇരുമ്പിൻ്റെ ഡോറാണ് വരുന്നത് കേട്ടോ. പുറത്ത് സ്റ്റെയർ കേസ് അല്ല, മുകളിൽ ഏറ്റവും ടോപ്പിൻ്റെ അടുത്തായിട്ട് വരുന്ന ഇരുമ്പിൻ്റെ ഡോറാണ്. അപ്പോൾ അത് തുറന്ന് നമുക്ക് അകത്തേക്കൊന്ന് കയറാം. അപ്പോൾ ഇതാണ് മുകളിലെ വശം. മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓപ്പൺ സ്പേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല രീതിയിൽ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇതിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചത്, ഈ വാട്ടർ ടാങ്ക്, എല്ലാ വീടുകളിലും വാട്ടർ ടാങ്കൊക്കെ അഴുക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ നല്ല കിണർ വെള്ളം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വരാൻ കാരണം. നല്ല വൃത്തിയിലുള്ള വെള്ളം. ഈ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വീടിൻ്റെ വൃത്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ കഴിഞ്ഞ ഒരു 10 കിലോമീറ്റർ മാത്രം മാറി ആനമ്മങ്ങാടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. ഇപ്പോൾ കുന്നപ്പള്ളിയൊക്കെ എല്ലാ ആളുകൾക്കാണെങ്കിൽ അവിടുന്നും വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിനാകെ ചോദിക്കുന്ന റേറ്റ് എത്രയെന്ന് വെച്ചാൽ 950 സ്ക്വയർ ഫീറ്റ്, 5 സെറ്റ് സ്ഥലം, കിണർ സൗകര്യവും 2 ബെഡ്റൂമൊക്കെ ഉള്ള ഈ വീടിന് ആകെ ചോദിക്കുന്ന വില 24.5 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വന്ന് കാണുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ കൂടെ കൂടാത്തവർ ഇനിയും സമയം വൈകിയിട്ടില്ല, കൂടെ കൂടുക. അപ്പോൾ നല്ല വീടാണ്, സമയം കളയേണ്ട. ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വരിക, കച്ചവടമാക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.